ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓവർ എണ്ണൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് 2 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ടൊരു ഫില്ലിങ്ങോടൊക്കെ കൂടിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം കൂടി മറക്കരുത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഈ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് 1.5 കപ്പ് വരെ മൈദപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറഞ്ഞ അളവ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1.5 കപ്പിന് വരെ ഒരു മുട്ട മാത്രം മതിയാവും. അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ചെറിയൊരു യെല്ലോയിഷ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണും മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ടയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അത്യാവശ്യം മെൽറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് എടുക്കണം. വേണമെങ്കിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഓപ്ഷനലാണ് കേട്ടോ. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ സമയത്ത് നെയ്യ് തടവിയില്ലെങ്കിലും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലെ കൂട്ടില്ലേ, അതൊന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ 2 സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതേ രീതിക്കൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചെറിയൊരു ചൂടൊക്കെ ആകുമ്പോൾ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ 2 സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ചട്ടിപ്പത്തിരിയിലൊക്കെ ലെയർ കുറഞ്ഞിട്ടുള്ള ഒരു നോർമൽ ലെയറിൽ കഴിക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ, 1-2 മിനിറ്റ് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.